വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തഹ്രീമിൽ നമ്മെ വിളിച്ചുകൊണ്ട് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, നമ്മെ തന്നെയാണ് വിളിച്ചത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ. എന്നിട്ട് പറയാണ് ഖൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം കേട്ടോ. നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. പോരാ വ അഹ്ലീകും നാറ, നിങ്ങളുടെ കുടുംബത്തെയും കാത്തു സംരക്ഷിക്കണം, സൂക്ഷിക്കണം. എവിടെ നിന്നാ? കത്തിയാളുന്ന നരകത്തിയിൽ നിന്ന് കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണം കേട്ടോ. നമ്മുടെ ബാധ്യതയായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാ. എന്നിട്ട് ചേർത്ത് പറയുന്ന വിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ ഇങ്ങനെ വായിക്കാം. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകമാണ്. ആ മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന കത്തിയാളുന്ന നരകത്തിൽ നിന്ന് സ്വന്തത്തെ മാത്രമല്ല കേട്ടോ, കുടുംബത്തെയും കാത്തു സൂക്ഷിക്കണം കേട്ടോ. എന്തു ചെയ്തു എന്നാ ചോദ്യം. എന്റെ മകനെ, എന്റെ മകളെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കാൻ ഞാൻ എന്തു ചെയ്തു? ഒരു ഫാമിലി മീറ്റ് സംഘടിപ്പിക്കുമ്പോൾ പോലും മകന്റെ കൈ പിടിച്ചു വരാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വാപ്പയോടൊന്ന് വരാൻ പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ഭാര്യയോടൊന്ന് കടന്നു വരാൻ, അവളെ കൂട്ടി വാഹനത്തിൽ കയറി ഒരുമിച്ചിരിക്കാൻ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരുമിച്ച് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, പിന്നെ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെയ്തത്? വില കൂടിയ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുത്തു, വില കൂടിയ വാഹനങ്ങൾ ഉണ്ടാക്കി, വലിയ വീടുകൾ ഉണ്ടാക്കി, എല്ലാ സൗകര്യങ്ങളും ചേർത്ത് വെച്ചത് കൊണ്ട് പരലോകത്തേക്ക് മുതൽക്കൂട്ടായിക്കൊള്ളണമെന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ എന്ത് ചെയ്തു? നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ.